ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ നിങ്ങളോട് വചനം പറയാൻ ദൈവം എനിക്കൊരവസരം തരികയാണ്. ഇത് ഏറ്റവും ശ്രേഷ്ഠമായി കരുതിക്കൊണ്ട് കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ കിടക്കുന്ന സ്വർഗീയ ദൂതുകൾ മനുഷ്യന് വേണ്ടി ദൈവമായ കർത്താവ് പകർന്നു തരുന്നതാണ്. ദൈവവചനത്തിലൂടെ തരുന്ന ദൈവാലോചനകൾ എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഇന്ന് ആർക്കൊക്കെയോ വേണ്ടി അവരെ ധൈര്യപ്പെടുത്താൻ കർത്താവിൻ്റെ പക്കലേൽപ്പിച്ച സ്വർഗീയ ദൂത് ഞാൻ പങ്കുവയ്ക്കാൻ തുടങ്ങട്ടെ. അതിനു മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും അതിവിനീതമായി എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന എൻ്റെ വീണ്ടെടുത്ത രക്ഷകനെ ഞാൻ ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് എല്ലാ ആരാധനയും എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മാത്രം ഉയർത്തിക്കൊണ്ട് തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ 11-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 11:1. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ, നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? പക്ഷികളെ, നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഒരു ഭാഷാശൈലിയിൽ വായിച്ചാൽ നമുക്കൊരു സുഖം തോന്നുന്ന രീതിയിലല്ല ഈ എഴുത്തെഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്, എന്താ ഈ പറയുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ ഒരു തെളിമാനം വന്നിട്ടില്ലാത്ത വാക്ക് പോലെ അല്ലേ? ഒന്നോടെ ഞാൻ പറയാൻ കേട്ടെ. പക്ഷികളെ, നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു ഒരു ഒരു ലോജിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടിയാൽ, കുറച്ചു നേരം ഈ വാക്യവുമായി ദൈവത്തിൻ്റെ സന്നിധാനത്തിലിരിക്കുമ്പോൾ കർത്താവ് ഇന്ന് നിങ്ങളിൽ ചിലരോട് പറയാൻ എൻ്റെ പക്കലേൽപ്പിച്ച ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നുള്ള ദൈവാലോചന പറയട്ടെ. ഈ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. എൻ്റെ യോഗ്യത, എനിക്ക് പറയാനുള്ളത്, എൻ്റെ കഴിവ്, എൻ്റെ പിടിവള്ളി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ജനിച്ച വീടോ എൻ്റെ കഴിവോ എൻ്റെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉള്ളതൊന്നുമല്ല. എൻ്റെ ഭാഗത്തെ എൻ്റെ കരുത്ത് ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. അതിനേക്കാൾ വലിയൊരു ശക്തിയുണ്ടോ? അതിനേക്കാൾ വലിയൊരു നിലനിൽപ്പുണ്ടോ? ദൈവത്തെ ഒരുത്തൻ ശരണമാക്കിയിരുന്നു. അങ്ങനെ ശരണമാക്കിയ ഒരുവനോട് ആരൊക്കെയോ പറയുന്ന വാക്കാണ്. എന്താ പറയുന്നത്? അത് ഇച്ചിരി തെളിച്ചു കൊണ്ടുവരണം. എന്താ പറയുന്നത്? അവിടെ പറഞ്ഞ വാക്കിതാണ്, പക്ഷികളെ, നിങ്ങൾ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ എന്ന് എന്നോട് പറയുന്നത് എങ്ങനെ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ആ വാക്കിച്ചിരോടെ തെളിച്ചു കൊണ്ടുവരണം. ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷികളോട് പറയുന്നത് പോലെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു മൊഴിമാറ്റം. നിങ്ങൾ എന്നെ പക്ഷികളോട് പറയുന്നത് പോലെ പർവ്വതത്തിലേക്ക് പറന്നു പോകുകയെന്ന് എന്നോട് പറയുന്നത് എങ്ങനെ എന്ന് പക്ഷികളോട് പറയാമെന്ന് പറഞ്ഞാൽ അതും എങ്ങനെ? നമ്മുടെ അടുക്കളയുടെ പുറകിൽ വന്നിരിക്കുന്ന കാക്ക, ആ കാക്കയോട് നമ്മൾ, കാക്ക പാത്രത്തിൻ്റെ വക്കെ കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കടി വച്ചിരിക്കുന്ന പാത്രത്തിലോ നമ്മൾ ആഹാരം കഴിച്ചു കൊണ്ടുവച്ചിരിക്കുന്ന പാത്രത്തിലോ എൻ്റെ കൊക്ക് കൊണ്ട് കൊത്തിപ്പറിക്കുമ്പോൾ നമ്മൾ വളരെ ബഹുമാനത്തോടെ, കൂപ്പുകൈകളോടെ, റെസ്പെക്റ്റോടെ, കാക്കേ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നല്ലല്ലോ പറയുന്നത്, പോകാക്കേ എന്നല്ലേ പറയുന്നത്. എന്നതുപോലെ ഇവിടെ ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൽ ആശ്രയിച്ച് ശരണമാക്കിയിരിക്കുന്ന ദാവീദാണ് എഴുതുന്നത്. ആ ദാവീദിനോട് ഇപ്പോൾ ഒരു കൂട്ടർ പറയും, ചുമ്മാ പക്ഷിയോട് ഒരു കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുന്നത് പോലെ. ചില ജീവികളെ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്? യാതൊരു റെസ്പെക്റ്റ് ഇല്ലാതെ, യാതൊരു വിലയുമില്ലാതെ, അതിൻ്റെ പ്രാണനൊക്കെ ആര് വില? കൊതുക് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുമ്പോൾ അതിനെ ഒറ്റ അടി കൊടുത്ത് കൊല്ലുമ്പോൾ അതിൻ്റെ പ്രാണനോ ജീവനോ ആര് വില കൊടുക്കുന്നു? ഈച്ചയ്ക്കും ഈ ഇവിടെയുള്ള ക്ഷുദ്രജീവികൾക്കൊക്കെ ആര് വില കൊടുക്കുന്നു? അത്രയും പോലും മാന്യതയും വിലയുമില്ലാതെ ഒരു പക്ഷിയോട് പറയുന്ന ലാഘവത്തോടെ ആരായി പറയുന്നതെന്നോടെ ഞാൻ പറയാം. ഇവിടെ ദാവീദ് ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ കാട്ടിൽ കടന്ന
ഈ മനുഷ്യനെ വിളിച്ചോണ്ട് വന്ന് രാജാവാകാൻ അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ നിയോഗങ്ങളെല്ലാം പരമേൽപ്പിച്ച് ദൈവം അതിന് കണ്ട് അതിൻ്റെ കരുത്ത് കൊടുത്ത് നാളുകളിൽ ദൈവത്തിന് ശക്തമായി പ്രയോജനപ്പെടാൻ വേണ്ടി ദൈവം എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്യാൻ പറഞ്ഞ് അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുത്തനായിരിക്കുന്ന സാരഥി, ആ ആളോട് ഒരു കൂട്ടം ആൾക്കാർ ചുമ്മാ കാക്കയോട് പറയുന്ന പോലെ പക്ഷിയോട് പറയുന്നില്ല, പോ പറന്നു പോ, നീ നിൻ്റെ സ്ഥലത്തേക്ക് പോ എന്ന് പറയുന്നത് എന്തിന്? ഏലാത്താഴത്തിൽ വെച്ച് ചേട്ടൻ പറഞ്ഞില്ലേ, നീ എന്നാ കാണാൻ വേണ്ടി വന്നിരിക്കുക, നിനക്കെന്നെ എവിടെ കാര്യം, പോ ആടുകളുടെ അടുക്ക് പോ. ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ ഞാൻ പറയാം. നിന്നെ ദൈവം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കണ്ട് ആക്കി വച്ചിരിക്കുക. നീ ദൈവത്തെ തന്നെ ശരണപ്പെട്ട് നിന്നോളണം. കർത്താവ് എന്തോ വൻകാര്യത്തിന് വേണ്ടി നിന്നെ വിളിച്ചുകൊണ്ട് വന്ന് അടർത്തിയെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുക. ഇങ്ങനെ ആളുകൾ ഈ ലോകത്തിലുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിവേചിക്കാമോ? എനിക്ക് ഗതികേട് വന്ന് എൻ്റെ എല്ലാം തകർന്ന് ഞാൻ ആപ്പാടെ ഗതി കെട്ടപ്പോൾ ആരാണ്ടും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകാൻ, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ പോയി, എൻ്റെ ഗതികേടിൻ്റെ സമയത്ത് ഞാൻ പോയി കാൽക്കൽ വീണ് കിടക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ കണ്ടേക്കാം. പക്ഷേ മറ്റൊരു കൂട്ടരുണ്ട്, എന്നെ ദൈവത്തിന് വേണമെന്ന് കണ്ട് എൻ്റെ കർത്താവിങ്കിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ എന്നെ ദൈവത്തിൻ്റെ പ്രത്യേക തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം എന്നെ ആക്കി എന്നെ നിർത്തിയിരിക്കുക. അതിന് ദൈവത്തിനെന്തോ ഉദ്ദേശമുണ്ട്. ആ എന്നോട് പലരും പറയും, നീ ഇവിടെ നിൽക്കണ്ട, പോ എന്ന് എത്രയോ പേരോട് പറഞ്ഞിരിക്കുന്നു. ശിമയി എന്നൊരുത്തൻ തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് ദാവീദിനെ പ്രാഗിക്കൊണ്ട് പറഞ്ഞു, നീജാ പോ പോ, നീ ഇവിടെ നിൽക്കരുത്, പോ. ഒരു പക്ഷിയെ ആട്ടി ഓടിക്കുന്നത് പോലെ ഓടിച്ചില്ലേ? അബ്ശാലോമിൻ്റെ കൂടെ അഖീതോബേൽ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് കൊട്ടാരത്തിൽ നിന്നൊരു പക്ഷിയെ ഓടിക്കുന്നത് പോലെ ഓടിക്കാൻ നോക്കിയില്ലേ? എത്രയോ എത്രയോ പേർ. ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ യാതൊരു വിലയും തരാതെ, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടവർ റെസ്പെക്റ്റ് ചെയ്യാതെ, റെസ്പെക്റ്റ് പോട്ടെ, ഒരു മനുഷ്യത്വം തരാതെ, പരിഗണിക്കാതെ, ചുമ്മാ പക്ഷിയോട് പറയുന്നത് പോലെ ചരളും മണ്ണും വാരി എറിഞ്ഞ് പോ എന്ന് പറയാൻ പലരും തുനിഞ്ഞേക്കാം. പക്ഷെ വിവേകത്തോടെ തിരിച്ചറിയണം, എന്നെ ദൈവം എന്തിനോ ഈ വീട്ടിൽ നിർത്തിയിരിക്കുക, എന്നെ ദൈവം എന്തിനോ ഈ ദേശത്ത് എഴുന്നേൽപ്പിച്ചിരിക്കുക. ദൈവം എഴുന്നേൽപ്പിച്ചവനെ പക്ഷിയെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നത് പോലെ നീ നിൻ്റെ പർവ്വതത്തിലേക്ക് പോകും, നിനക്കെന്നെ ഇവിടെ കാര്യം എന്ന് ചോദിക്കാൻ ചിലർ ദുഷ്ടനാൽ നിയോഗിക്കപ്പെട്ടേക്കാം. പക്ഷെ കർത്താവിൻ്റെ നാമത്തിൽ ദാവീദ് രാജാവ് പറഞ്ഞു നിന്നതുപോലെ, എൻ്റെ ദൈവമായ കർത്താവ് എന്നെ ഇവിടെ നിർത്തിയിരിക്കയാൽ നിങ്ങൾ പറയുമ്പോൾ പറന്നു പോകാനുള്ളതല്ല, പിടിച്ചു നിന്ന് ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് ശക്തിപ്പെടാൻ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ആ വാക്യത്തെ നമ്മൾ എങ്ങനെ ഗ്രഹിക്കേണ്ടത്? ഒരു കൂട്ടം ആളുകൾ, നിനക്കിവിടെ ഒന്നുമില്ല, ഇവിടെ നിന്നൊന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട, നീ ഇവിടെ തപ്പിക്കുത്തി നിൽക്കണ്ട, പക്ഷിയെപ്പോലെ പറന്നു പോ, നിൻ്റെ പർവ്വതത്തിലേക്ക് പോ, നിനക്കിവിടെ കാര്യമില്ല എന്ന് പറഞ്ഞ് നിന്നെ ആട്ടിപ്പായിക്കാൻ നോക്കുമ്പോൾ എന്തോ ചെയ്യണം? യഹോവയെ തന്നെ ശരണമാക്കണം. ഇവരുടെ ആരുടെയും പുറകെ പോകരുത്. എന്തിനോ വേണ്ടി ദൈവം അവിടെ നിർത്തിയിരിക്കുക. ഓടിക്കാൻ കൈകൊട്ടിയ പക്ഷിയും പറവുകൾ പ്രാവിരിക്കുന്നിടത്ത് കണ്ടിട്ടില്ലേ? ഒരാൾ വന്നിട്ട് കൈ ഒന്ന് കൊട്ടിയാൽ മതി, പ്രാവെല്ലാം കൂടി പടപടാന്ന് ചെറുകെട്ടടിച്ച് പറന്നു പോവും. അങ്ങനെ നിന്നെ ഓടിക്കാമെന്ന് പലരും വിചാരിക്കും. പക്ഷെ ദൈവം ഇന്ന് പറയുന്നു, ഇല്ല, നിന്നെ പക്ഷിയെ തുരുത്തുന്നത് പോലെ ഓടിക്കാൻ കഴിയുന്നതല്ല ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്ന സ്ഥാനം. അതുകൊണ്ട് ഒരു മിണ്ടാപ്രാണിയോട് കാണിക്കുന്നത് പോലെ നിന്നോട് പലരും ഇടപെടുമ്പോൾ നീ ദൈവത്തെ ശരണമാക്കി നിന്നോളുക.
എന്തോ കർത്താവിൻ്റെ മഹിമ ഇതിൻ്റെ പുറകിൽ വെളിപ്പെടും. ദീർഘിപ്പിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്കുകൾക്കായി സ്തോത്രം. ദൈവം നിയോഗിച്ചാക്കി വെച്ചൊരു മനുഷ്യനോട് ആരൊക്കെയോ പറയുന്നു, നിനക്കിവിടെ എന്താ കാര്യം? നീ പക്ഷികൾ പറന്നു പോകുന്ന പോലെ പറന്നു പോകും, ഇവിടെ നിൽക്കണ്ട എന്ന് പലരും കൊട്ടാരത്തിനകത്ത് നിന്നും കൂടാരത്തിനകത്ത് നിന്നൊക്കെ പറഞ്ഞു. അത് കേട്ട കണ്ട ഒരു മനുഷ്യനാണിത്. ഇതുപോലത്തെ സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയോ ഇന്നെന്നെ കേൾക്കുന്നുണ്ട്. കണ്ണുരുട്ടി കാണിച്ചും ആക്ഷേപിച്ചും നിന്ദിച്ചും നിന്നെ ഇവിടെ നിർത്തത്തില്ല, നിന്നെ ഞാൻ പറപ്പിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചിലരുടെ നടുവിൽ ദൈവത്തെ ശരണമാക്കി നിൽക്കുന്നവരെ തോൽപ്പിക്കാൻ ദൈവം അനുവദിക്കരുതേ. ഇത് ഗ്രഹിപ്പാനുള്ള കൃപ കൊടുക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.